നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 27 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. പിതാവിനോ പിതൃതുല്യരായ ബന്ധുക്കൾക്കോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കോ വിയോഗത്തിനോ സാധ്യതയുള്ള ദിവസമാണിത്. ശത്രുഭയം, നിയമപരമായ തിരിച്ചടികൾ, ഭാഗ്യഹാനി എന്നിവ ഉണ്ടായേക്കാം. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ അലട്ടാൻ ഇടയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം. രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ജോലിസ്ഥലത്തോ കുടുംബത്തിലോ അനാവശ്യമായ അപവാദങ്ങൾ പ്രചരിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെ വിവേകത്തോടെയും ശാന്തതയോടെയും നേരിടുക. സാമ്പത്തിക ഇടപാടുകളിലും ആരോഗ്യകാര്യങ്ങളിലും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം. തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ശത്രുക്കളുടെ ശല്യം കുറയുന്ന ആശ്വാസകരമായ ദിവസമാണിത്. നിയമപരമായ തർക്കങ്ങളിൽ വിജയിക്കാനും സർക്കാരിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ലഭിക്കാനും യോഗമുണ്ട്. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും ദാമ്പത്യ സൗഖ്യം അനുഭവിക്കാനും സാധിക്കും. കർക്കിടക രാശി പുണർദം അവസാന കാൽഭാഗം. പൂയം ആയില്യം. ഉപയോഗിക്കുന്ന വാക്കുകൾ അതീവ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ട ദിവസമാണിത്. അനാവശ്യ ബന്ധങ്ങൾ ആരോപിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പൊതുരംഗത്ത് ജാഗ്രത പാലിക്കുക. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഉണ്ടാകാതെ നോക്കുന്നത് നന്നായിരിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. പുണ്യ തീർത്ഥാടന യാത്രകൾക്കോ ഉല്ലാസയാത്രകൾക്കോ അവസരം ലഭിക്കുന്ന ശുഭദിനമാണിത്. ദീർഘകാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കണ്ടുമുട്ടും. തൊഴിൽ വിജയത്തോടൊപ്പം ബിസിനസ് രംഗത്ത് മികച്ച പുരോഗതിയും ഈ രാശിക്കാർക്കെന്ന് പ്രതീക്ഷിക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം. ചിത്തിര ആദ്യ പകുതി ഭാഗം. വിദേശയാത്രയ്ക്കോ വിദേശത്ത് ജോലി ലഭിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. എങ്കിലും ശത്രുഭയം, സാമ്പത്തിക നഷ്ടം, നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ വരാൻ ഇടയുള്ളതിനാൽ ആരോഗ്യത്തിൽ കരുതൽ വേണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം. ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കലാകാരന്മാർക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും സമൂഹത്തിൽ അംഗീകാരവും പ്രശസ്തിയും നേടാനും സാധിക്കുന്ന ദിവസമാണിത്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും. പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കാൻ അനുകൂലമായ സമയമാണിത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം. അനിഴം തൃക്കേട്ട. ഭവനത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ദിവസമാണിത്. വിവാഹം, കുടുംബത്തിൽ പുതിയ അംഗത്തിന്റെ വരവ്, ഗൃഹപ്രവേശം തുടങ്ങിയ ശുഭകാര്യങ്ങൾ നടക്കാൻ യോഗം കാണുന്നു. ഐശ്വര്യം നിറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. പുതിയ ബന്ധങ്ങൾ വഴി ചിലപ്പോൾ അപമാനങ്ങളോ മാനസിക വിഷമങ്ങളോ ഉണ്ടായേക്കാം. തൊഴിൽപരമായ ക്ലേശങ്ങളും അമിതമായ ആഡംബരമോഹവും സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം. തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പുരോഗതി ഉണ്ടാകുമെങ്കിലും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത ആവശ്യമാണ്. തൊഴിൽപരമായ മാറ്റങ്ങൾക്കോ അപ്രതീക്ഷിത ഇടപെടലുകൾക്കോ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ അനാവശ്യ ഇടപെടലുകൾ വഴി ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ നോക്കണം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം. ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഭാഗ്യപരീക്ഷണങ്ങളിലും നറുക്കെടുപ്പുകളിലും അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടായേക്കാം. പഴയ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് മനസ്സിന് സന്തോഷം നൽകും. സ്ഥാനപ്രാപ്തി, തൊഴിൽ വിജയം, സുഖകരമായ ഉറക്കം എന്നിവ ഈ രാശിക്കാർക്ക് ലഭിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം. ഉത്രട്ടാതി രേവതി. കർമ്മരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ദിവസമാണിത്. സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാഹചര്യം ഒരുങ്ങും. ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ശുഭദിനമായിരിക്കും ഇത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.